കഴിഞ്ഞ സമീപ നാളുകളിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള വില വർധനവാണ് വെളിച്ചെണ്ണയ്ക്കുണ്ടായിരിക്കുന്നത്. മലയാളിയുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്, ഒഴിവാക്കാൻ കഴിയാത്തതാണ് വെളിച്ചെണ്ണ. അതുകൊണ്ടാണ് ഗവൺമെൻറ് സംരംഭകരുടെ ഒരു യോഗം വിളിച്ച് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വലിയ നഷ്ടം ആർക്കും വരാതെ കൃഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പല വിധത്തിലുള്ള അധിക ചിലവുകൾ ഒഴിവാക്കി എങ്ങനെ ജനങ്ങളെ സഹായിക്കാമെന്നുള്ള വിഷയം ഇന്ന് അവരുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ പൊതുവിൽ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ സംരംഭകർ മുന്നോട്ട് വച്ചത് എന്നത് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. കേരളത്തിൽ പല മേഖലകളിൽ സ്വകാര്യമായിട്ടും പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഒക്കെയായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1000-ലധികം ഉൽപ്പാദകർ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം സൂചിപ്പിച്ചുവെങ്കിലും പൊതുവിലുള്ള വില വർധനവിൽ നിയന്ത്രണം ഉണ്ടാകണമെന്ന അഭിപ്രായത്തോട് അവർ തന്നെ യോജിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറയ്ക്കാവുന്ന തരത്തിലുള്ള കുറവ് വരുത്താൻ അധിക ലാഭത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് ആ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അവർ പൊതുവിൽ സമ്മതിക്കുകയുണ്ടായി. അതോടൊപ്പം കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന തരത്തിൽ സപ്ലൈകോ വീണ്ടും രണ്ടാമത്തെ ടെൻഡറാണ് വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട് 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കുന്ന ടെൻഡർ നടപടിയിലേക്ക് പോയിട്ടുള്ളത്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഏറ്റവും വില കുറച്ച് ആ ടെൻഡറിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരിക്കുകയാണ്. ചില സംരംഭകരെല്ലാം അതിൽ പങ്കെടുക്കാമെന്ന് ഓഫർ തന്നെ ഇങ്ങോട്ട് യോഗത്തിൽ പറയുകയുണ്ടായി. ഗവൺമെൻറ് എന്ന നിലയിൽ സപ്ലൈകോ എന്ന നിലയിലും അവർക്ക് തിരിച്ചു നൽകുന്ന പരിഗണന ഇത്തവണ ഓണം പ്രമാണിച്ച് വില കുറച്ച് വെളിച്ചെണ്ണ നൽകുന്നവർക്ക്, ആ ടെൻഡറിൽ പങ്കെടുത്ത് അതിനനുകൂലമായി മാറുന്നവർക്ക് 15 ദിവസത്തിനുള്ളിൽ അവർക്ക് പേയ്മെൻറ്റ് നൽകുമെന്നുള്ള കാര്യം ഗവൺമെൻറ് എന്ന നിലയിൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില പരമാവധി കുറച്ച് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം കേരഫെഡ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ നാളെ ഇതുപോലെ തന്നെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗം അതിനനുസരിച്ച് അവരോടും അഭ്യർത്ഥിച്ച് അവരിലൂടെയും വില പരമാവധി കുറപ്പിച്ചുകൊണ്ട് കേരള സമൂഹത്തിന് ആശ്വാസം പകരാൻ, വിശേഷിച്ചും ഈ ഓണക്കാലത്ത് പരമാവധി വില കുറച്ചുകൊണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പുവരുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ടെൻഡറിൽ പങ്കെടുക്കുന്നതിലെ കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അവർ തന്നെ പരമാവധി വില കുറച്ച് ടെൻഡറിൽ പങ്കെടുക്കാം, എന്നാൽ പേയ്മെൻറ്റ് സംബന്ധിച്ചുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കി ഇത് ഈ ഘട്ടത്തിൽ വെളിച്ചെണ്ണ അതിൽ ടെൻഡറിൽ പങ്കെടുത്ത് ടെൻഡർ കിട്ടുന്നവർക്ക് 15 ദിവസത്തിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് ഉറപ്പുവരുത്തി. അപ്പോൾ ഇവരെല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് കണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ നല്ല രീതിയിൽ വില കുറച്ച് സപ്ലൈക്കോയ്ക്ക് വിൽക്കാൻ കഴിയും. 2, വിപണിയിൽ പരമാവധി വില കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സഹായകരമായ നടപടികൾ അവർ സ്വീകരിക്കും. ഇതിപ്പോൾ വന്നിട്ടുള്ള കൊപ്രയുടെ വില കൂടിയിട്ടുണ്ട്, നമുക്ക് തേങ്ങയുടെ വില കുറയ്ക്കാൻ പറയാൻ പറ്റില്ല. കേരളത്തിൻ്റെ ഒരു പ്രധാന കാർഷിക ഉൽപ്പന്നം കൂടിയാണല്ലോ. അപ്പോൾ അതിൽ പരമാവധി പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരണം. അതിപ്പോൾ ദീർഘകാലത്തേക്ക് വേണ്ടാണ്. ഇപ്പോൾ ക്ലസ്റ്റർ സംവിധാനം, ഇവിടുത്തെ കൊപ്ര ഇവിടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ സംവിധാനം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഴയ പോലെ നാളികേര ഉൽപ്പാദനം ഇല്ലെങ്കിലും ഇവിടെ സംഭരിക്കുന്ന കൊപ്രയിൽ നല്ലൊരു ശതമാനവും പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോയത് തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ട്, വെളിച്ചെണ്ണയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ചിലത് കൊപ്രയായിട്ട് തന്നെ വരുന്നുണ്ട്, ഡ്രയർ ഉപയോഗിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെളിച്ചെണ്ണയിൽ കുറേ കൂടി കേരളത്തിൻ്റെ ഉൽപ്പാദനം ശക്തിപ്പെടുത്താൻ വ്യവസായ വകുപ്പ് കുറേ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 4 അല്ലേ ബ്രാൻഡിങ് 7 കമ്പനികൾക്ക് തന്നെ ഇപ്പോൾ കേരള ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ കേരള എന്നുള്ളതിൻ്റെ നന്മ 7 പേരിൽ വന്നു. 13 കമ്പനികൾക്ക് നമ്മൾ നന്മ എന്ന കേരള ബ്രാൻഡ്, മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 7 കമ്പനികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ
എല്ലാ നടപടികളും വ്യവസായ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ റോ മെറ്റീരിയലിൽ ഈ കാര്യങ്ങളും കൂടി അത് കൃഷി വകുപ്പ് കൂടിയായിട്ടൊന്ന് ഇരിക്കേണ്ടതുണ്ട്. എത്രമാത്രം ക്ലസ്റ്റർ സംവിധാനം കഴിയോ മറ്റു കാര്യങ്ങൾ അത് ദീർഘകാലത്തേക്ക് പറ്റുക. അടിയന്തരമായി ഇപ്പോൾ 1-ാം തീയതിയോടുകൂടി ഇവരുടെ ടെൻഡർ കഴിയും.